പ്ലസ് ടുവിന് ശേഷം അറിയേണ്ട കോഴ്സുകളെക്കുറിച്ച് ഞാൻ 2022 ഏപ്രിലിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ കോഴ്സുകളെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഇനി പറയുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാൽ ഏത് വിഷയങ്ങൾ പഠിക്കണം, പ്ലസ് ടുവിന് ഏത് സ്ട്രീമിൽ പഠിക്കും. ആദ്യം നമ്മൾ കുട്ടികളുടെ ഇൻട്രസ്റ്റിന് മുൻഗണന കൊടുക്കുക. സയൻസ് മാത്സ് താല്പര്യമുള്ളവർക്ക് BSc ബയോ മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മാത്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇങ്ങനെ പ്ലസ് ടുവിന് സെലക്ട് ചെയ്യുമ്പോൾ പ്ലസ് ടുവിന് ശേഷം എന്ത് തൊഴിലധിഷ്ഠിത കോഴ്സ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം. പ്ലസ് ടുവിന് മാത്സ് സയൻസ് താല്പര്യമുള്ളവർക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ, അതായത് എൻജിനീയറിംഗ്, മെഡിസിൻ, ഡിപ്ലോമ കോഴ്സുകൾ, ITI കോഴ്സുകൾ, മൾട്ടിമീഡിയ, ആനിമേഷൻ തുടങ്ങിയവ പഠിക്കാം. സംഗീതം, നൃത്തം, മറ്റു കലകളിൽ താല്പര്യമുള്ളവർക്ക് RLV കോളേജിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. സിനിമയോട് താല്പര്യമുള്ളവർക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ എന്നിവയ്ക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നിവ കൂടാതെ ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ ഓരോ സംസ്ഥാനത്തിനും ഓരോ കോളേജുകൾ അനുവദിച്ചിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡാണ്. അവിടെ അഡ്മിഷൻ നേടുന്നതിനായി QET എന്ന എൻട്രൻസ് ടെസ്റ്റ് എഴുതണം. അതായത് CUET, QET. അവിടെ നമുക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. പ്ലസ് ടുവിന് ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് BA, കോമേഴ്സ് പഠിച്ചവർക്ക് BCom, സയൻസ് സ്ട്രീം ആൻഡ് മാത്സ് പഠിച്ചവർക്ക് BSc മുതലായവയ്ക്ക് ഗവൺമെൻറ് എയ്ഡഡ് കോളേജസ്, അതുപോലെ ഓട്ടോണമസ് കോളേജുകൾ, സ്വയംഭരണാധികാരമുള്ള കോളേജുകൾ, ഫോർ എക്സാമ്പിൾ മഹാരാജാസ് കോളേജ്, സെൻറ്റ് തെരേസാസ്, സെയിൻറ്റ് ആൽബർട്ട്സ്, സേക്രഡ് ഹാർട്ട് കോളേജ് എന്നിവയിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. പിന്നെ പ്രൈവറ്റ് കോളേജിലും ഡിഗ്രി പഠിക്കാവുന്നതാണ്. ക്യാമ്പസ് സെലക്ഷനുമുണ്ട്. കൂടാതെ ഇതേ കോളേജുകളിലെ സെൽഫ് ഫിനാൻസിങ്, അതായത് സ്വാശ്രയ കോഴ്സുകൾക്കും പഠിക്കാവുന്നതാണ്, അഡ്മിഷൻ നേടാവുന്നതാണ്. ഈ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ ഫീസ് കൂടുമെങ്കിലും ജോലി സാധ്യത ഉറപ്പാണ്. ഉദാഹരണത്തിന് സേക്രഡ് ഹാർട്ട് കോളേജ് തേവരയിൽ സ്വാശ്രയ കോഴ്സായ BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc സൈക്കോളജി, BSc ആനിമേഷൻ ആൻഡ് ഡിസൈൻ എന്നീ സ്വാശ്രയ കോഴ്സുകളുണ്ട്. അതുപോലെ സെയിൻറ്റ് ആൽബർട്ട്സിൽ BCom കോഓപ്പറേഷൻ, സെൽഫ് ഫിനാൻസിങ്, കൂടാതെ ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ ഫിഷ് പോണ്ട് ഹാർവസ്റ്റ് ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ്, ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ കൊമേഴ്സ്യൽ അഗ്രികൾച്ചറൽ, സെൽഫ് ഫിനാൻസിങ് വിഭാഗത്തിലാണത്. BVOC, അതായത് ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ കോഴ്സ് ഫിറ്റ്നസ് മാനേജ്മെൻറ്റ്, ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ കോഴ്സ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. അതായത് ലോജിസ്റ്റിക് എന്നാൽ കയറ്റുമതി ഇറക്കുമതി നടപടിക്രമങ്ങൾ, എയർ കാർഗോയിലൂടെയും ഷിപ്പിലൂടെയും. പിന്നെ ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ കോഴ്സ് സ്പോർട്സ് ന്യൂട്രീഷൻ ആൻഡ് ഫിസിയോതെറാപ്പി. ഇതിനൊക്കെ നമ്മൾ കോളേജുകളിൽ നിന്നുള്ള പ്രോസ്പെക്ടസ് വിശദമായി നോക്കേണ്ടതാണ്. ഇനി BTech അഡ്മിഷൻ. മാത്സ് സയൻസ് നല്ല അടിസ്ഥാന പരിജ്ഞാനമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 40% അല്ലെങ്കിൽ അതിൽ താഴെ മാർക്കുകാർക്ക് പറ്റിയ മേഖലയല്ല ഇത്. അതുപോലെ തന്നെ മെഡിസിൻ
അല്ലെങ്കിൽ കുട്ടികളുടെ 4 വർഷം പാഴാകും. എൻജിനീയറിങ്ങിൻ്റെ സപ്ലിമെൻ്ററി എക്സാം, അതായത് സപ്ലി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന പരീക്ഷ, എൻജിനീയറിങ് പഠിക്കുമ്പോൾ ഓരോ വർഷവും തോൽക്കുമ്പോൾ രണ്ടാമത് എഴുതുന്ന പരീക്ഷയാണ് സപ്ലിമെൻ്ററി എക്സാം. അതായത് സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടി ഫസ്റ്റ് ഇയർ തോൽക്കുമ്പോൾ സെക്കൻഡ് ഇയറിലെ എക്സാമിനോടൊപ്പം ഫസ്റ്റ് ഇയറിലെ വിഷയങ്ങൾ കൂടി പരീക്ഷ എഴുതേണ്ടതാണ്. അങ്ങനെ പഠനഭാരം കൂടുമ്പോൾ അവൻ അവസാന പരീക്ഷ പാസ്സാവാനാകാതെ ബിടെക് 4 വർഷം പാഴാക്കുന്നു. അതിനായി നമ്മൾ എൻജിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കുമ്പോൾ അതാത് വർഷങ്ങളിൽ പഠിച്ച് പാസ്സാകണം. അപ്പോൾ എൻ്റെ വീട്ടിൽ വരാറുള്ള എൻ്റെ മക്കളുടെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇതുപോലെ കരിയർ ഗൈഡൻസിനെ കുറിച്ച് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ 4 വർഷം പാഴാവുകയും ഇല്ലായിരുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ലേഖനം എഴുതാൻ തീരുമാനിച്ചത്. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് എൻട്രൻസ് പരീക്ഷകളുണ്ട്. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ +2 ശേഷം എൻട്രൻസ് കടമ്പകളില്ലാതെ എൻജിനീയറിംഗിനും മെഡിസിനും അപ്ലൈ ചെയ്യാം. 2 തരം എൻട്രൻസ് ഉണ്ട്. അത് കേരള എൻട്രൻസും ഓൾ